ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം അന്വേഷിക്കുന്ന സമയമാണിത്. ദൈവത്തെ അന്വേഷിക്കുന്നവരാരൊക്കെ ഉണ്ട്, അവർക്ക് ദൈവം ആരാണ്, അവൻ്റെ ശക്തി എന്താണ്, അധികാരം എന്താണ് എന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ഞായറാഴ്ച ഷാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സ് വെച്ചതുകൊണ്ട് ദൈവം ആരാണെന്നും അവൻ്റെ ശക്തി എന്താണെന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നും നിങ്ങൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവിനോട് ഇടപെട്ട ആലോചന, ദൈവത്തെ അന്വേഷിക്കുന്നവരെ അവൻ തള്ളിക്കളയുന്നില്ലല്ലോ എന്നൊരു വചനമാണ്. രണ്ടാമത്തെ വാക്യം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായത്തിലെ 13-ാമത്തെ വാക്യമാണ്. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ദൈവത്തെ അന്വേഷിക്കും, ദൈവത്തോട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പങ്കുവെക്കുമെങ്കിലും പൂർണ്ണ ഹൃദയത്തോടു കൂടിയാണ് ദൈവത്തെ അന്വേഷിക്കുന്നെങ്കിൽ അവനെ കണ്ടെത്തും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ വേദന അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന നിങ്ങളുടെ വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ ആഗ്രഹിക്കും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കും. ഹല്ലേലൂയ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ യെഹോശാഫാത്തിനോട് ദൈവം പറയുന്നൊരു ആലോചന, താൻ ആഹാബുമായി സംബന്ധം കൂടിയിട്ട് ദൈവത്തെ വിട്ടുകളഞ്ഞിട്ട് തൻ്റെ കഴിവിലും ധനത്തിലും പണത്തിലും സൗകര്യത്തിലും ഒക്കെ ആശ്രയിച്ചു പോയൊരു കാലമുണ്ടായിരുന്നു. ആഹാബുമായി ബന്ധം കൂടി. നമ്മുടെ എല്ലാം പ്രശ്നങ്ങൾ ഇതാണ്. സൗകര്യം വർദ്ധിക്കുമ്പോൾ, സാഹചര്യം വർദ്ധിക്കുമ്പോൾ ദൈവാശ്രയം കുറയുകയും മാനുഷികമായിട്ടുള്ള ബന്ധങ്ങളിൽ കൂടുതൽ വർദ്ധിച്ചു വരികയും ചെയ്യും. അപ്പോഴാണ് ചില കെണികളൊക്കെ ഒരുക്കപ്പെടുന്നതും അനർത്ഥങ്ങളിൽ അകപ്പെടാനിടയായി തീരുന്നതൊക്കെ. എന്നാൽ ഇവിടെ യെഹോശാഫാത്ത് ആഹാബുമായി, ദൈവത്തെ ഭയപ്പെടാത്ത, ദൈവത്തെ പരിഹസിക്കുന്ന ഈസബേലിൻ്റെയും ആഹാബുമായിട്ട് സംബന്ധം കൂടിയിട്ട് യുദ്ധത്തിന് പോയി. ഒടുവിൽ ആഹാബ് കൊല്ലപ്പെട്ടു. ഒടുവിൽ രക്ഷപ്പെട്ട യെഹോശാഫാത്ത് യെരുശലേമിൽ മടങ്ങി, യഹൂദ രാജാവായ യെഹോശാഫാത്ത് മടങ്ങി വന്നിട്ട് ഒരു തീരുമാനമൊക്കെ എടുക്കുകയാണ്. ഇനി ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും ഒരു അശേരാപ്രതിഷ്ഠയും ഒരു ബാൽ വിഗ്രഹവും എൻ്റെ ദേശത്തുണ്ടാകില്ലെന്ന് പറഞ്ഞും ആ ദൈവത്തെ നമസ്കരിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തപ്പോൾ ദൈവം പറയുകയാണ്, 2 ദിനവൃത്താന്തം 19-ാം അധ്യായം 3-ാം വാക്യം, ദൈവം പറയുന്നത്, നീ അശേരാ പ്രതിഷ്ഠകളെ നീക്കി ദൈവത്തെ അന്വേഷിക്കാൻ മനസ്സ് വെക്കുകയും ചെയ്തതുകൊണ്ട് നിന്നിൽ നന്മ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മനസ്സ് വെക്കുന്നത് കൊണ്ട്. അപ്പം ചിലതൊക്കെ നീക്കിക്കളയാൻ, ദൈവഹിതമല്ലാത്തതും ദൈവത്തിന് ഇഷ്ടമല്ലാത്തതും ഒക്കെ നീക്കിക്കളയാൻ മനസ്സ് വെക്കുന്നുണ്ടോ? നമ്മളെല്ലാം വിടുതൽ കിട്ടാൻ വേണ്ടി ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നീക്കാനും കൂടെ നമുക്കൊരു മനസ്സുണ്ടാകണം, മനസ്സ് വെക്കണം. ഹല്ലേലൂയ. അവിടെയാണ് നമ്മുടെ വിടുതൽ വേഗത്തിലായി മാറുന്നത്. അപ്പോൾ ദൈവം പറയാണ്, നീ അങ്ങനെ മനസ്സ് വെച്ചത് കൊണ്ട് നിന്നെ ഞാനൊരു നന്മ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ നശിപ്പിക്കില്ല. ഹല്ലേലൂയ. ഇവിടെ യെഹോശാഫാത്ത് മടങ്ങി വന്നു, മാനസാന്തരപ്പെട്ടു, മഹാഭക്തനായി മാറി. ദൈവം അവന് വേണ്ടി യുദ്ധങ്ങളെ ചെയ്യുവാനായി തുടങ്ങി. ഇസ്രായേൽ യഹൂദ രാജാവല്ലേ. അപ്പോൾ ചുരുക്കത്തിൽ ദൈവത്തെ അന്വേഷിക്കാൻ ആരും മനസ്സ് വെക്കുന്നു, ദൈവം അവരുടെ പക്ഷത്ത് നിൽക്കും, ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. 9-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കൽ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. ആരാ ദൈവത്തെ അന്വേഷിക്കുന്നത്? ദൈവത്തിൻ്റെ നാമത്തെ അറിയാവുന്നവർ ദൈവത്തെ അന്വേഷിക്കും. ഈ 14-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് ദൈവം ഇല്ലെന്ന് ആണ് മൂഢന്മാർ പറയുന്നത്. അപ്പോൾ ദൈവം ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് മ്ലേച്ഛത പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. അവർ വഷളന്മാരായ മ്ലേച്ഛത പ്രവർത്തിക്കുന്നതാണ് 14-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. അപ്പോൾ ദൈവം ഉണ്ടെന്നറിയുന്നവൻ ദൈവത്തെ അന്വേഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. അപ്പം ദൈവം ഇല്ല എന്ന് പറയുന്നവരുടെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ദൈവം ഇല്ലെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഏത് മ്ലേച്ഛതയും പ്രവർത്തിക്കാമല്ലോ, ഏത് തെറ്റും ചെയ്യാമല്ലോ, ഏത് വഴിയിൽ നടക്കാം. അങ്ങനെയാണ് നിരീശ്വരവാദമൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ദൈവം അതൊരു പിശാചിൻ്റെ വലിയൊരു സ്ട്രാറ്റജി ആയിരുന്നു, നിരീശ്വരവാദം. എന്നാൽ ജനങ്ങൾ ഇന്ന് സത്യം മനസ്സിലാക്കുന്നു, ദൈവം ഉണ്ടെന്ന്, ഒരു സൃഷ്ടാവ് സകല സൃഷ്ടിയുടെയും പിന്നിൽ ഉണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ്. ഹല്ലേലൂയ. അപ്പം ദൈവത്തെ അന്വേഷിക്കുക. ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് കേട്ടോണം, 34 സങ്കീർത്തനം 5-ാം വാക്യം, അവങ്കിലേക്ക് നോക്കിയവർ, അവനെ അന്വേഷിച്ചവർ പ്രകാശത്തിലായ അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ആര് ദൈവത്തെ നോക്കുന്നു, ദൈവത്തിങ്കിലേക്ക് നോക്കുന്നു. ഈ 27-ാം സങ്കീർത്തനത്തിൻ്റെ
ഒരു വാക്യമുണ്ട് 27 സങ്കീർത്തനത്തിൻ്റെ 8 വാക്യം. എൻ്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങളിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എൻ്റെ ഹൃദയം പറയുന്നു. ദാവീദ് പറയാണ്, എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ ദൈവശബ്ദം കേൾക്കുകയാണ് ഇങ്ങനെ, എടാ എൻ്റെ മുഖത്തേക്ക് നോക്ക്. ദൈവം പറയാണ്, എൻ്റെ മുഖത്തേക്ക് നോക്ക്. നീ എന്തിനാ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുന്നത്? നീ എന്തിനാ അഹീതോഫേലിൻ്റെ മുഖത്ത് നോക്കുന്നത്, മീഖലിൻ്റെ മുഖത്ത് നോക്കുന്നത്, നിന്നെ ശപിക്കുന്ന മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കുന്നത്, ശിമയുടെ മുഖത്തേക്ക് നോക്കുന്നത് എന്തിനാ? അപ്പം ഇങ്ങനെ പരിഹസിക്കുന്നവരെ, അപവാദം പറയുന്നവരെ, കുറ്റം പറയുന്നവരുടെ മുഖത്തേക്ക് നോക്കണ്ട. എൻ്റെ മുഖം അന്വേഷിപ്പിക്കുന്ന നിങ്ങളിൽ നിന്ന് കൽപ്പന വന്ന് എൻ്റെ ഹൃദയം പറയുന്നു. യഹോവേ, ഞാൻ നിൻ്റെ മുഖം അന്വേഷിക്കുന്നു. ആളിനെ നീ തള്ളിക്കളയരുതേ. സഹോദരങ്ങളെ, ആശ്രയിക്കാൻ പറ്റിയ ഒരു മുഖം, ആശ്രയിക്കാൻ പറ്റിയ ഒരിടം, അത് കർത്താവിൻ്റെ മുഖമാണ്. അവൻ്റെ മുഖം നമുക്ക് മറക്കില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ പ്രകാശിക്കും. ഹല്ലേലൂയ. ലോകത്തിലേക്ക് നോക്കുന്നവർ നിരാശപ്പെടും. സ്നേഹിതരിലേക്കും മനുഷ്യരിലേക്കും സഹായിക്കുമെന്ന് കരുതുന്നവരിലേക്ക് നോക്കുന്നവർക്ക് നിരാശപ്പെടും. പക്ഷേ കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരാകും. അവർ ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. എല്ലാവർക്കും കർത്താവിലേക്ക് നോക്കാൻ ദൈവം ഒരു അവസരം തരും. ദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി ദൈവം ഒരു അവസരം തരുന്നതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55 വാക്യത്തിൽ പറയുന്നത്. യഹോവയെ കണ്ടെത്താവുന്ന കാലത്ത് അവനെ അന്വേഷിപ്പിൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പിൻ. ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ദൈവം ഒരു സമയം തരികയാണ്. ഈ സന്ദേശം കേൾക്കുന്നത് ദൈവത്തെ കണ്ടെത്താനുള്ള സമയമാണെന്ന് ദൈവം നിങ്ങൾക്ക് ബോധ്യമാക്കി തരിക. ദൈവത്തെ അന്വേഷിക്കാനുള്ള സമയത്ത് ദൈവം ഏതെങ്കിലും മാധ്യമത്തിലൂടെ ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കും. അല്ലാത്തവരെ സംബന്ധിച്ച് അവർ തിരിച്ചറിയത്തുപോലുമില്ല. ദൈവത്തെ അന്വേഷിക്കേണ്ട സമയമാണ്. അപ്പോൾ എല്ലാ സമയവും ദൈവത്തെ അന്വേഷിക്കാനുള്ള സമയമല്ല. നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളെ കേൾപ്പിക്കുന്ന സമയമാണ്. റെസ്പോണ്ട് ചെയ്തോണം, വിശ്വസിച്ചോണം. ഹല്ലേലൂയ. അവനെ അന്വേഷിക്കുന്നവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. 105 സങ്കീർത്തനത്തിൽ പറഞ്ഞ യഹോവയും അവൻ്റെ ബലത്തെയും തിരയുവിൻ, അവൻ്റെ മുഖം ഇടപെടാതെ അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബലം തിരയുക, അവൻ്റെ മുഖം അന്വേഷിക്കുക. അവനൊരിക്കലും തള്ളിക്കളയുകയില്ല. ആമേൻ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാനവനെ വിടുവിക്കും, എൻ്റെ നാമത്തെ അറിയാൽ ഞാനവനെ ഉയർത്തും എന്ന് 191 സങ്കീർത്തനത്തിൻ്റെ 14 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തോട് പറ്റിയിരിക്കുന്നവർ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവരെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കും. ദൈവം ഒരിക്കലും കൈവിടുകയില്ല. കുറേ പേരൊക്കെ പരിഹസിക്കും, തൽക്കാലത്തേക്ക് കുറ്റം പറയും. എന്തായാലും നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് മറുപടിയൊന്നും ഇല്ല, പലരും കുറ്റപ്പെടുത്തിയേക്കാം. അതിനൊക്കെ ഒരു സമയം കഴിയുമ്പോൾ സമയത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. തക്ക സമയമാകുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി ദൈവം ഇറങ്ങി വരും. ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശപ്പെടേണ്ട. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. തക്ക സമയത്ത് അവർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും, ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദിനവൃത്താന്തങ്ങൾ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 7 അധ്യായം 14 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, എൻ്റെ നാമം വിളിക്കപ്പെട്ട എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ അവരുടെ പ്രാർത്ഥനകൾക്കും സൗഖ്യം കൊടുക്കും, ദേശത്തിന് സൗഖ്യം കൊടുക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക. അവൻ നമുക്ക് സൗഖ്യം തരും. അവൻ നമ്മളെ കൈവിടത്തില്ല. ആമേൻ. നമ്മുടെ മേൽ വന്ന എല്ലാ ശാപങ്ങളും ദൈവം എടുത്ത് കളയും. ഹല്ലേലൂയ. ആമേൻ. ദൈവമുഖം അന്വേഷിക്കുന്നതിന് വേണ്ടി ദൈവം വലിയ കരുതൽ വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് നിങ്ങൾക്കൂടെ വൻ കാര്യം ചെയ്യും. നിങ്ങളെ ലജ്ജിപ്പിച്ച് തല താഴ്ത്തി നിങ്ങളുടെ തകർച്ച കാണാൻ, നാശം കാണാൻ നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ ദൈവത്തെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. നിങ്ങളെ തല ഉയരുമാറാക്കും. ദൈവം നിങ്ങൾക്കൊണ്ട് വലിയ കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. ഇന്ന് ഞായറാഴ്ചയാണല്ലോ. രാത്രി 10 മുതൽ 11 വരെ ഓൺലൈൻ വർഷിപ്പും സ്പെഷ്യലായിട്ടുള്ള സന്ദേശവും വ്യക്തിപരമായുള്ള ദൂതുകളൊക്കെ കേൾക്കാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിനുള്ള സൂമിലൂടെയുള്ള മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ID പാസ്വേഡൊക്കെ ഞാൻ അയച്ചു തരാം. എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. ഈ എല്ലാ ഞായറാഴ്ചയും രാത്രി 10 മുതൽ ഇന്ത്യൻ സമയം രാത്രി 10 മുതൽ 11 വരെ 1 മണിക്കൂറത്തെ മീറ്റിംഗ് ജോയിൻ ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗീയ പിതാവേ, ഇന്ന് ദൈവശബ്ദം കേൾക്കാനായി അവിടുന്ന് കൊണ്ടുവന്ന ഈ മക്കളുടെ കർത്താവെ നിരാശപ്പെടുത്തുന്ന, ലജ്ജിച്ച് തല താഴ്ത്തിയിരിക്കുന്നവരുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവമുഖം അന്വേഷിക്കുക. നിന്നെ അന്വേഷിക്കുന്ന ഈ മക്കളുടെ മുഖത്തെ നീ ആദരിക്കണമേ. തക്ക സമയത്ത് ഇവർക്കുള്ള വഴികളെ തുറക്കണമേ. കർത്താവെ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. കർത്താവെ, നീ അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും, അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. നിങ്ങൾ ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ദൈവം നിശ്ചയമായും അനുഗ്രഹിച്ചിരിക്കും. കുറേ പേർക്ക് സന്ദേശം ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്ലസ്സഡ് സൺഡേ.